സാറ് നമുക്കറിയാം നന്ദഗോവിന്ദം ഭജൻ. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭജന സംഘമാണ് നന്ദഗോവിന്ദൻ ഭജൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താണ് അതിന് പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടക്കുന്നത് നമുക്കറിയാം. പക്ഷേ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ ഇല്ലാത്ത ഒരു ഭജനയുടെ പേരിൽ 8 ലക്ഷം രൂപ സർക്കാർ അടിച്ചു മാറ്റി എന്നൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് നന്ദഗോവിന്ദം ഭജൻസിന്റെ പേരിലാണ് അടിച്ചു മാറ്റിയത് എന്നാണ് പറയുന്നത്. ഇത് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കളിയാക്കൽ വാങ്ങിക്കുന്നത് നന്ദഗോവിന്ദം ഭജൻസിന് പകരം ഗോവിന്ദൻ മാസ്റ്റർ ഒരു ഭജനയാണ് അവിടെ നടന്നത്, അതുകൊണ്ടാണ് 8 ലക്ഷം രൂപ ആയത് എന്നാണ് കളിയാക്കി പറയുന്നത്. എന്താണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം? യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 8 ലക്ഷം രൂപയേക്കാളോ അല്ലെങ്കിൽ ഈ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ ഇത് കൊണ്ട് നടത്തിയില്ല എന്നുള്ളതുമല്ല. അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി, ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് അവിടെ അയ്യപ്പ സംഗമം നടത്തിയത്. ഹൈക്കോടതി വളരെ വ്യക്തമായിട്ട് നിർദ്ദേശം കൊടുത്തിരുന്നു. ഇത് സ്പോൺസർഷിപ്പിൻ്റെ അതുവഴി ഫണ്ട് കണ്ടെത്തിയാണ് നടത്തേണ്ടത്. അതുപോലെ തന്നെ കൃത്യമായിട്ട് കണക്ക് സമർപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ഹൈക്കോടതി വളരെ കൃത്യമായ ഒരു നിരീക്ഷണ സ്വഭാവത്തോടു കൂടിയുള്ള നിർദ്ദേശം തന്നെയാണ് കൊടുത്തത്. അങ്ങനെ ഹൈക്കോടതി നിരീക്ഷിക്കുന്നു എന്ന് പൂർണ്ണ ബോധ്യമുണ്ടായിട്ടും ദേവസ്വം ബോർഡിൻ്റെ അധികൃതർ, അല്ലെങ്കിൽ ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിൻ്റെ ചുമതലക്കാരായ ആൾക്കാർ, സർക്കാരിൻ്റെ ആൾക്കാർ തന്നെയാണല്ലോ നടത്തിയത്, ഇല്ലേ? അപ്പോൾ അവർ ഇത്തരത്തിലൊരു കള്ളത്തരം കാണിച്ചു. അത് പച്ച മലയാളത്തിൽ അതാണ് കള്ളത്തരമാണ്. കാരണം വരാത്ത ഒരു ഗ്രൂപ്പ് കേരളത്തിൽ മാത്രമല്ല, അവരിപ്പോൾ ആഗോളതലത്തിൽ പല സ്ഥലത്ത്, ഇപ്പോൾ കാനഡ, അമേരിക്ക, ഗൾഫ്, ഇങ്ങനെയുള്ള പല രാജ്യങ്ങളിലും പോയി നന്ദഗോവിന്ദം ഭജൻസ് നടത്തുന്നുണ്ട് സാർ. അപ്പോൾ അവരുടെ റേറ്റ് എത്രയാണെന്ന് എനിക്കറിയില്ല. അവർക്ക് എത്ര റേറ്റ് ചോദിച്ചാലും കിട്ടുന്ന ഒരു അവസരമാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്രയും വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ഭജൻസിൻ്റെ പേരിൽ അവർ വന്നു എന്ന് പറഞ്ഞിട്ട്, കാരണം ഒറ്റ നോട്ടത്തിൽ ആരും നോക്കിയാലും അറിയാൻ കഴിയും നന്ദഗോവിന്ദം ഭജൻസ് അവിടെ വന്നിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അത്രയും പ്രകടമാകുന്ന രീതിയിലുള്ള ഒരു ടീമിൻ്റെ, ഒരു ഭജൻ ടീമിൻ്റെ പേരെഴുതിയിട്ട് ഈ 8 ലക്ഷം രൂപ അടിച്ചു മാറ്റിയിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് ആ 8 ലക്ഷം രൂപ അതിൻ്റെ അക്കൗണ്ടിൽ പെടുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നന്ദഗോവിന്ദം ഭജൻസിന് 8 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. കാരണം അതൊരു ജസ്റ്റിഫൈഡ് ആണ്, അല്ലേ? അപ്പോൾ അതിനുശേഷം വൈകുന്നേരം നടന്നിട്ടുള്ള വിജയ് യേശുദാസിൻ്റെയും പിന്നെ മറ്റൊരാളുടെയൊക്കെ ഈ സംഗീത പരിപാടിയും ഭജനവും ഒക്കെ സൗജന്യമായിരുന്നെന്നും പറയും. അപ്പോൾ ഇത് ഈ ഹൈക്കോടതിയുടെ നിർദ്ദേശവും നിരീക്ഷണവും ഉണ്ടായിട്ട് പോലും ഇത്ര പ്രകടമായ രീതിയിൽ കള്ളത്തരം കാണിക്കാൻ മടിയില്ലാത്ത ഒരു സംസ്കാരമാണ് ശബരിമല. അവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്, പിണറായി വിജയൻ സഖാവിന് അന്ന് ഒരു ദിവസത്തേക്കിന് കിടന്നുറങ്ങാൻ വേണ്ടി മാത്രം 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ 1,30,000 ലക്ഷം രൂപയോളം ആണ് ചെലവഴിച്ചിരിക്കുന്നത്. അത് കട്ടിലിനും കിടക്കും മാത്രമായിട്ട്. അപ്പോൾ അതുകൊണ്ട് അതാണ് പ്രശ്നം. അപ്പോൾ അത് മുഖ്യമന്ത്രി ഡീസലും പെട്രോളും ഉണ്ട്. 7-8 ലക്ഷം രൂപയായിട്ട് ഡീസലും പെട്രോളും. അതെ, അത് ഒരുപാട് കണക്കുകളുണ്ട്. അല്ല, അത് മാത്രമല്ല, ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഊരാളങ്ങളിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഊരാളങ്ങളിന് യാതൊരു ടെൻഡറോ ഒന്നും നടത്തിയിട്ടല്ല ഊരാളങ്ങളിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ സകല നടപടികളും, സകല പണികളും, അതേപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളും എന്ത് തന്നെ ഉണ്ടായാലും എല്ലാം ഊരാളങ്കലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഊരാളങ്കലിൻ്റെ കൊടുക്കുന്ന ഗവൺമെൻറ്റിൻ്റെ പണികൾ ഏറ്റെടുത്ത് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു 5 രൂപയ്ക്ക് ചെയ്യേണ്ട പണിയാണെന്നുണ്ടെങ്കിൽ ഒരു 25 രൂപ ഊരാളങ്കലിന് അത് മുതലായി കിട്ടുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഊരാളങ്കലും ഈ CPM നേതൃത്വവും തമ്മിലുള്ള ബന്ധമൊക്കെ വളരെ പ്രകടമാണ്, അല്ലേ? അപ്പോൾ ഇതൊരു കൂട്ടുകൃഷി പോലെ നടത്തിക്കൊണ്ടിരിക്കുന്ന, ആ കൂട്ടുകൃഷിയുടെ ഒരു പ്രതിഫലനം തന്നെയാണ് ശബരിമലയിലും കണ്ടത്. അപ്പോൾ അത് എന്നെ ഏറ്റവും ഞെട്ടിച്ച സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മറ്റേതെങ്കിലും ഈ ഭജൻകാരുടെ ആരെങ്കിലും പരിചയമില്ലാത്ത പേരുടെയൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ രാവിലെ വന്ന് നൗഷാദ്, ആരാണ്, ഏതോ ഒരാളുടെ ഒരു ഭജൻ ഉണ്ടായിരുന്നു, പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ എഴുതിയിരുന്നെങ്കിലും ഈ പറഞ്ഞതുപോലെ ഇത്രയും വലിയ അപകടം വരില്ലായിരുന്നു, ഇല്ലേ? ഇപ്പോൾ ഒരു കലാകാരൻ വന്ന് ഇത്ര റുപ്യ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 8 ലക്ഷം രൂപയ്ക്കൊന്നും ആരും ചോദ്യം ചെയ്യാൻ നിൽക്കത്തില്ല. കാര്യം അവരുടെ സംഗീതോപകരണങ്ങളും അത് ഉപയോഗിക്കുന്നവരും വായിക്കുന്നവരുമായിട്ടൊക്കെ വരുന്ന ഒരു ടീമായിട്ടാണല്ലോ വരുന്നത്. പക്ഷേ ഇവിടെ നന്ദഗോവിന്ദ ഭജൻസിൻ്റെ പേര് ഉപയോഗിച്ചിട്ട് 8 ലക്ഷം രൂപ അടിച്ചു മാറ്റിയെന്ന് പറയുമ്പോൾ അത് വളരെ ഗുരുതരമായ ഒരു വിഷയം. ആരാണ് അവിടെ ഭജന നടത്തിയത് എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാണ്.
ഇപ്പോൾ നന്ദഗോവിന്ദ ഭജൻ അല്ലെങ്കിൽ പിന്നെ ആരാണ് നടത്തിയത്? ഇപ്പോൾ ഗോവിന്ദമാഷിനെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന്റെ യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ യാത്ര നടക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിനോട് ഏത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും അദ്ദേഹം പറയുന്നത്, നിങ്ങളുടെ സാങ്കല്പിക ചോദ്യങ്ങൾക്ക് സാങ്കല്പിക ഉത്തരം തന്ന് സാങ്കല്പികമായിട്ട് സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹം താത്വിക ആചാര്യനല്ലേ? അതെ. അദ്ദേഹത്തിന് എത്രയാണ് 150 വർഷം 1500 വർഷം ഈ എ ഐയുടെ മാറ്റം കൊണ്ടുവരുമ്പോൾ എ ഐ വ്യാപകമായി കഴിഞ്ഞാൽ വിപ്ലവം താനെ സംഭവിക്കുന്നോ അങ്ങനെയൊക്കെ അദ്ദേഹം ഇടയ്ക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് എത്ര 150 വർഷമാണോ? ഒരു 150 വർഷം 150 വർഷം കഴിയുമ്പോഴത്തേക്കാന്ന് പറഞ്ഞത്. അപ്പോൾ ആ രീതിയിലൊക്കെ വളരെ ക്രാന്തദൃശ്യ ഒരു മനുഷ്യനാണ് ഗോവിന്ദൻ മാഷ്. വളരെ താത്വികമായ പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെ ഇന്ന് ഇന്ത്യയിൽ ലോകത്തിൽ തന്നെ നിലനിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദൻ മാസ്റ്റർക്ക് അദ്ദേഹം വളരെ താത്വികമായിട്ടൊക്കെ വളരെ ഉയർന്ന നിലവാരത്തിലുള്ള കക്ഷിയാണ്. ശബരിമലയിലും പറഞ്ഞിരുന്നു, ശബരിമലയിലെ സീറ്റുകളിൽ ആളുകളില്ലല്ലോ സഖാവ് എന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇത് നിർമ്മിതമാണ്, എയെ പറ്റി നിങ്ങൾക്ക് ആർക്കും അറിയാത്തത് കൊണ്ടാണ് എന്നാണ്. അതെ അതെ അതെ. അപ്പൊ അതാണ് പറഞ്ഞത്, അദ്ദേഹം എയിലും വിദഗ്ധനാണെന്നാണ് ഇപ്പം ഞാൻ ഈ അടുത്ത കാലത്ത് മനസ്സിലാക്കുക. കാരണം അദ്ദേഹം എ സംബന്ധിച്ചിട്ടും ഈ പറഞ്ഞതുപോലുള്ള നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ മറുപടികളെല്ലാം ഈ പറഞ്ഞതുപോലെ സാങ്കല്പിക മറുപടികളാണ്. അദ്ദേഹം മാത്രമല്ല, ഇതിനകത്ത് വേറൊരു കാര്യം, വലിയൊരു പ്രസ്ഥാനം അദ്ദേഹം 2021 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നടത്തിയിരുന്നു. അത് വളരെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടൊരു സംഗതിയാണ്. അതായത് ഇന്ത്യയിൽ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം പ്രായോഗികമല്ല. അതിനുശേഷം പിന്നെ വളരെയധികം അന്ന് അതിൻ്റെ തൊട്ടുപിറ്റേന്ന് കാനൻ രാജേന്ദ്രൻ പറഞ്ഞു, വൈരുദ്ധ്യാത്മിക ഭൗതികവാദം ഇല്ലെങ്കിൽ പിന്നെ മാർക്സിസം ലെനിനിസം ഇല്ല. അതിനുശേഷം മന്ത്രി പി രാജീവ്, എനിക്ക് തോന്നുന്നു അതിനുശേഷമുള്ള ഒരു സ്റ്റഡി ക്ലാസ് പോലെ പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി ഓൺലൈനിൽ നടത്തിയ സ്റ്റഡി ക്ലാസ് ആയിരുന്നു എനിക്ക് തോന്നുന്നത്. പി രാജീവിൻ്റെ ആത്മനിഷ്ഠാപരവും വസ്തുനിഷ്ഠാപരവും ആത്മനിഷ്ഠാപരമായിട്ടുള്ള സംഗതിയിൽ പിന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് വസ്തുനിഷ്ഠപരമായ സംഗതികളെ അവഗണിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സംഗതി ഉണ്ടല്ലോ. അപ്പോൾ അത് എനിക്കൊന്നു മന്ത്രി പി രാജീവാണ് കുറച്ചുകൂടെ നമ്മുടെ സഖാവിനേക്കാൾ കൂടുതൽ ക്രാന്തദൃഷ്ടി എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സംസാര ശൈലിയാണ് കുറച്ചുകൂടെ കടുകട്ടിയായിട്ടുള്ള വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അതായത് ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഈ അങ്ങാടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പരിചയമുണ്ടോയെന്ന് അറിയില്ല. ഞങ്ങളുടെയൊക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ ഇറങ്ങിയ ജയന്റെ സിനിമയായിരുന്നു അങ്ങാടി എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് ഈ ബെഞ്ച്, ഈ തിയേറ്ററുകളിലൊക്കെ ബെഞ്ചുള്ള സമയമാണ്. അപ്പോൾ ഈ സ്ക്രീനിൽ ജയൻ നല്ല പട്ടപ്പട്ടയെന്ന് കണ്ട് 2 ഇംഗ്ലീഷ് ഡയലോഗ് അടിക്കുമ്പോഴത്തേക്ക് ഈ ബെഞ്ച് ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരു കൈയടിക്കും, സിനിമ കൈയടിക്കും. അതിലൂടെ ഇരിക്കുന്നവർക്ക് പലർക്കും ഇംഗ്ലീഷ് അറിയത്തില്ല, പക്ഷേ ഈ ഇംഗ്ലീഷ് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് കൈയടിക്കും എന്ന് പറയുന്നതുപോലെ ഈ നമ്മുടെ ഈ കൊളോണിയൽ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ആ പിന്തുടർച്ചയുടെ അല്ല സ്വാധീനത്തിൻ്റെ ഒരു തുടർച്ചയാണ്. ഈ മനസ്സിലാകാത്ത കാര്യങ്ങൾ പറയുന്നതാണ് വലിയ സംഭവം അറിവുള്ളവരെ കാണുന്നത്. അപ്പോൾ അറിവുള്ളവർ പറയുന്നത് മനസ്സിലാവില്ല എന്നൊരു ധാരണ പൊതുവിൽ ജനങ്ങൾക്കുണ്ട്. അപ്പോൾ അത് പിന്നീട് അവർ പറയുന്നത് എന്താണോ അതങ്ങ് വിശ്വസിക്കുകയും അവരെ അംഗീകരിക്കുകയും അവരെ പിന്തുടരുകയും ചെയ്യുന്ന സംഗതിയുണ്ട്. ഒരു ഹീറോ വർഷിപ്പാണ്. അപ്പോൾ ആ ഒരു സംഗതിയാണ് ഈ പറഞ്ഞതുപോലെ ജയൻ ഇംഗ്ലീഷ് പറയുമ്പം താഴത്തെ ബെഞ്ച് ക്ലാസ്സിൽ നിന്ന് കൈയടി വരുന്നത് പോലെ സ്വാഭാവികമായിട്ടും ഈ രാജീവൊക്കെ പറയുന്നത്, അദ്ദേഹം പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാനുള്ള ശേഷി നമുക്കില്ല, ഇവിടെ എത്രയോ ഉയരത്തിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അണികൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, ആരാധന തോന്നും. അതുകൊണ്ടാണ് ഇവരിതൊക്കെ ചെയ്യുന്ന സംഗതി. അപ്പം അതേസമയത്ത് അണികൾക്ക് ഈ പാർട്ടിയെക്കുറിച്ച് യാതൊരു സംശയമില്ല. അണികൾക്ക് മാർക്സിസം ലെനിനിസം എന്ത് തന്നെയാണെങ്കിലും വളരെ വ്യക്തമാണ്. എന്താണ്? ചുമന്ന കൊടിയുണ്ട്, തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ കൊടി കുത്തുക, ആക്രമിക്കുക, ആക്രമം കൊണ്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ വെട്ടുകുത്ത് നടത്തുക, അറ്റയ്ക്ക് കൊലപാതകം നടത്തുക. ഇതാണ് അണികളെ സംബന്ധിച്ച് CPM പാർട്ടിയെ കുറിച്ചിട്ടുള്ള ധാരണ എന്ന് പറയുന്നത്. അതേസമയം നേതൃത്വം ഈ പറഞ്ഞതുപോലുള്ള ഈ വൈരുദ്ധ്യാത്മിക ഭൗതികവാദങ്ങളും പിന്നെ ആശയം വെറും ഒരു ആശയം അല്ല, അത് ഭൗതികമായ ഒരു സംഗതിയാണ് എന്ന് പറഞ്ഞിട്ടൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് അവർക്ക് പറയും. അപ്പോൾ അതിനിടയ്ക്ക് അവർ പെട്ടെന്ന് ഹെഗലിൻ്റെ തിയറിയും എംഗൽസും മാർക്സും തമ്മിലുള്ള ചർച്ചകളെക്കുറിച്ചിട്ടും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയെ കുറിച്ചിട്ട് ഇങ്ങനെ, അതുപോലെ ആന്റോണിയോ ഗ്രാംഷി, ഇപ്പം പുതുതായിട്ട് സച്ചിദാനന്ദൻ പുതിയ ഒരു ഫ്രഞ്ച് തത്വചിന്തകനെ അവതരിപ്പിച്ചിട്ടുണ്ട്, ജാക്ക് ഹോസിയാവ. അപ്പോൾ അങ്ങനെയുള്ളവരെ കുറിച്ച് അതുപോലെ തന്നെ ഒരു ജാപ്പനീസ് ചിന്തകനെ രാജീവ് അവതരിപ്പിച്ചിട്ടുണ്ട്. ആ രാജീവ് അതുകൊണ്ടാണ് ഇപ്പോൾ പുതിയതായിട്ട് പറഞ്ഞിരിക്കുന്നത്, ഇപ്പം മാർക്സിസത്തിൻ്റെ പുതിയ ഒരു സംഗതി എന്ന് പറയുന്നത്
ഉൽപ്പാദനത്തിൻ്റെ വേഗത കുറയ്ക്കുക എന്നുള്ളതാണ്. അദ്ദേഹം ഇവിടുത്തെ ഇൻഡസ്ട്രീസ് മിനിസ്റ്ററാണ്. എങ്ങനെ വേഗത കൂട്ടാം, ഒരു ഭാഗത്ത് അദ്ദേഹം നല്ല വേഗതയിൽ വ്യവസായം നടക്കുന്നുണ്ടെന്ന് പറയുന്നതാണ്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ജാപ്പനീസ് ചിന്തകൻ പറയുന്നത്, പുതിയ മാർക്സിസത്തിൻ്റെ വ്യാഖ്യാനം അനുസരിച്ചിട്ട് അദ്ദേഹം, ഈ ജാപ്പനീസ് ചിന്തകൻ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, എന്തോ ജയിൽ തുടങ്ങുന്നതാണ്. അപ്പോൾ ഇത് ഉൽപ്പാദനത്തിൻ്റെ വേഗത കുറയ്ക്കലാണ് പുതിയൊരു സംഗതി. അതുപോലെ തന്നെ കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ പറ്റുന്നില്ല. വിശകലനം ചെയ്തു വന്ന് ഒരു വിശകലനം അതിനെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ആ രൂപപ്പെടുത്തുമ്പോഴേക്കും എന്താണോ വിശകലനത്തിന് ആധാരമായി ഉണ്ടായിരുന്ന സാങ്കേതിക വിദ്യ അത് മാറുന്നു, അത് പുതിയ പ്രതിസന്ധികളെയും വൈരുദ്ധ്യങ്ങളെയും സൃഷ്ടിക്കുന്നു എന്ന് പറയേണ്ടൊക്കെയുള്ളൊരു സംഗതി ഇപ്പം രാജീവിൻ്റെ ഏറ്റവും ഒടുവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നേതൃത്വം ഇങ്ങനെ ഭയങ്കരമായിട്ട് മനസ്സിലാകാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നു, അതനുസരിച്ച് അണികൾക്ക് ആരാധന കൂടുന്നു. അണികൾക്ക് പക്ഷേ ഇതിനകത്ത് ഒരു സംശയമില്ല, മുദ്രാവാക്യം വിളിക്കും, ജാഥ നടത്തുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ആക്രോശിക്കും, അവർ ആരെങ്കിലും തടസ്സം നിൽക്കുകയാണെങ്കിൽ അത് തട്ടിമാറ്റും, അല്ലെങ്കിൽ തല്ലു കൊടുക്കും. ഇങ്ങനെയൊക്കെയുള്ള സംഗതിയിൽ പാർട്ടിയുടെ പ്രവർത്തന തലത്തിൽ അവർക്ക് യാതൊരു സംശയമില്ല. സാർ, ഈ സർക്കാസ്റ്റിക് ലെവലിൽ നിന്ന് മറ്റൊരു ചോദ്യം ചോദിക്കാനാണ്. അതായത് രാഷ്ട്രീയപരമായിട്ട് ഇത് എങ്ങനെയായിരിക്കും CPM നേരിടാൻ പോകുന്നത്? അതായത് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, ആ സമയത്താണ് ഇത്തരത്തിൽ അഴിമതിയുടെ വലിയൊരു കഥ കൂടി വരുന്നത്. ഇത് എങ്ങനെയായിരിക്കും CPM നേരിടാൻ പോകുന്നത്? CPMൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവരുടെ സംഘടനാ ശേഷിയാണ്. അതിനെ നമ്മൾ കുറച്ച് കണ്ടിട്ട് കാര്യമില്ല. അത് വളരെ ശക്തമായിട്ട് ആ സംഘടനാ ഒരു അവയവങ്ങളെ വളരെ വ്യക്തമായിട്ട് CPM നിലനിർത്തുന്നുണ്ട്. ഏറ്റവും താഴേക്കിട മുതലുള്ള ആ ഒരു ലോക്കൽ വിഭാഗത്തിൽ നിന്ന് തുടങ്ങി അവിടുത്തെ നേതൃത്വത്തെയും അണികളെയും ഒക്കെ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് നോക്കിയാൽ മതി, ഇടയ്ക്കിടയ്ക്ക് ഓരോരോ പ്രോഗ്രാമുകൾ കൊണ്ടുവരും. ഒന്നുമില്ലെങ്കിൽ വെനിസ്വേലയിലെ വിഷയങ്ങളിൽ ഒരിടത്ത് ചർച്ച ചെയ്ത് അവിടുത്തെ നേതാക്കൾക്ക് കുറച്ച് പിരിവ് നടത്താനും മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കാനും ഒരു ജാഥ നടത്താനൊക്കെ സംവിധാനം ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഇതൊക്കെ എപ്പോഴും ഇതുപോലെ ഈ എണ്ണയിട്ട യന്ത്രം പോലെ ഈ താഴേക്കിടയിൽ ഈ സംഘടന ശക്തമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ രീതിയിൽ വളരെ ശക്തമാണ്. അപ്പോൾ അതുകൊണ്ട് സംഘടനാ തലത്തിൽ വളരെയധികം ഒരു മെച്ചപ്പെട്ട അവസ്ഥയിലാണ് CPM. അപ്പോൾ അതുകൊണ്ട് CPMനെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നമുക്ക് അത്ര അണ്ടർ റേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഈ ഡിബേറ്റ് എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, തെരഞ്ഞെടുപ്പ് പ്രചാരണ വേള എന്ന് പറയുന്ന സംഗതി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ മലയാളികൾ പ്രബുദ്ധരാന്ന് പറയുന്നത് വെറുതെ ചുമ്മാതാണ്, അതൊരു തമാശയാണ്. 2 നേരം കുളിക്കുന്നതുകൊണ്ടും പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം അരിയാഹാരം കുറവാണ് കഴിക്കുന്നതെങ്കിലും ഇപ്പോൾ കൂടുതലും നമ്മൾ മൈദയാണ് കഴിക്കുന്നത്. അപ്പോൾ അരിയാഹാരം കുറച്ച് കഴിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്തോ ഒരു വലിയ സംഭവമാണെന്ന് വിചാരിക്കുകയാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഒരു പ്രായോഗിക തലത്തിൽ പ്രബുദ്ധത കുറഞ്ഞ ഒരു മനുഷ്യരാണ് മലയാളികൾ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഭയങ്കര പ്രബുദ്ധരുണ്ടെന്ന് ധരിച്ചിരിക്കുന്നു. അപ്പോൾ ആ ധാരണയിലിരിക്കുന്ന വ്യക്തികൾ, അപ്പോൾ ധാരണയാണ് നമ്മളെ സംബന്ധിച്ചിട്ട് ഏറ്റവും പ്രധാനം, യാഥാർത്ഥ്യങ്ങളല്ല. അപ്പോൾ ഈ ധാരണകളെ എങ്ങനെ നിങ്ങൾക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നു? ഇപ്പോൾ നാളെ ഇപ്പോൾ നിങ്ങൾ UDFന് ഒരു വോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ജമാഅത്തെ ഇസ്ലാമി കൊടുക്കുന്ന വോട്ടാണ്, അതൊരു നറേറ്റീവാണ്. ഈ നറേറ്റീവ് ശക്തമായിട്ട് നിങ്ങൾക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം LDFന് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞാൽ നമുക്ക് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ നടക്കുന്ന സംഗതികളൊന്നും കാര്യമായി ബാധിക്കാൻ പോകുന്നില്ല.